കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിലെ അധികാരസ്ഥിരാ കേന്ദ്രങ്ങൾ ഉറക്കത്തിലാകേണ്ട സമയം. എന്നാൽ സൗത്ത് ബ്ലോക്കിലെ ഫോണുകൾ നിശബ്ദമായിരുന്നില്ല. ലോകം ഞെട്ടലോടെ ആ വാർത്ത കേട്ടു. ഇന്ത്യയുടെ ആകാശത്ത് അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിച്ചു. പ്രകൃതി നിയമം കൊണ്ടല്ല, നയതന്ത്രത്തിന്റെ വെളിച്ചം കൊണ്ടാണ്. ദിവസങ്ങളായി ഇന്ത്യയുമായി ഒരു തുറന്ന താരിഫ് യുദ്ധത്തിന് കോപ്പുകൂട്ടിയിരുന്ന വൈറ്റ് ഹൌസിൽ നിന്ന് ഒരു ഫോൺ കോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തേടിയെത്തി. വിളിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഡൊണാൾഡ് ട്രംപാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയോട് കടുത്ത ശത്രുത പ്രഖ്യാപിച്ച ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% വരെ നികുതി അടിച്ചേൽപ്പിച്ച അതേ ട്രംപ്. എന്തായിരുന്നു ആ സംഭാഷണം? അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ച. ട്രംപ് എന്തിനാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്? അതാരും മിണ്ടുന്നില്ല. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ റഷ്യയെയും അമേരിക്കയെയും ഒരേപോലെ ഡീല് ചെയ്ത ഇന്ത്യയുടെ ആ ഗുജറാത്തി ബുദ്ധി എന്താണ്? ഈ ഒരൊറ്റ ഫോൺ കോളിലൂടെ ഇന്ത്യയുടെ വിധി മാറിയിരിക്കുകയാണ്. ഇന്ന് ഓഹരി വിപണിയിൽ നടക്കാൻ പോകുന്നത് ഒരു പൂരമാണ്. പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും ഈ വാർത്ത കേട്ട് വിറയ്ക്കുന്നത് എന്തുകൊണ്ട്? ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. അതിന്റെ എല്ലാ രഹസ്യങ്ങളോടും കൂടി നമുക്ക് പരിശോധിക്കാം. ഇത് ഇന്ത്യയുടെ ആഗോള വിജയത്തിന്റെ കഥയാണ്. നമുക്ക് ആദ്യം ഇതിന്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കാം. ട്രംപ് അധികാരമേറ്റത് മുതൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വലിയ വ്യാപാര തർക്കം നിലനിന്നിരുന്നു. അമേരിക്ക ഫസ്റ്റ് എന്ന നയം നടപ്പിലാക്കാൻ ട്രംപ് കണ്ടുപിടിച്ച ആ വഴി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഭീമമായ നികുതി ചുമത്തുക എന്നതാണ്. ഇതിനെയാണ് സാമ്പത്തിക വിദഗ്ധർ താരിഫ് വാർ എന്ന് വിളിച്ചത്. ഈ സമ്മർദ്ദം എന്തിനായിരുന്നു? രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, അമേരിക്കയുടെ കണ്ണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന കുറഞ്ഞ വിലയിലുള്ള എണ്ണ തടയുക. ഇന്ത്യയുടെ വിശാലമായ മാർക്കറ്റിൽ അമേരിക്കൻ കമ്പനികൾക്ക് കൂടുതൽ ആധിപത്യം ഉറപ്പിക്കുക. എന്നാൽ ഇന്ത്യ ഇതിനോട് പ്രതികരിച്ചത് വളരെ തന്ത്രപരമായ രീതിയിലായിരുന്നു. ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുന്നതിന് പകരം ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായി ഒരു ചരിത്രപരമായ വ്യാപാര കരാറിൽ ഒപ്പിട്ടു. ഇത് അമേരിക്കയെ ശരിക്കും ഞെട്ടിച്ചു. കാരണം ലോകത്തെ ഏറ്റവും വലിയ വളരുന്ന വിപണിയായ ഇന്ത്യയെ യൂറോപ്പിന് വിട്ടുകൊടുക്കാൻ അമേരിക്കയുടെ സാമ്പത്തിക ഭാവിയെ അത് ബാധിക്കുമെന്ന് ട്രംപ് തിരിച്ചറിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ആ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മോദി എന്ന ഭരണാധികാരിയുടെ വിലപേശൽ ശേഷി, അതിനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൈ ഫ്രണ്ട് എന്ന് വിളിച്ചുകൊണ്ടാണ് ട്രംപ് സംസാരം തുടങ്ങിയത്. വിശാല ഹൃദയനായ ഒരു നേതാവ് എന്ന മട്ടിൽ താൻ ചില ഇളവുകൾ നൽകാമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തു. ട്രംപിന്റെ ആവശ്യം ഇതായിരുന്നു: നിങ്ങൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഞങ്ങൾ ചുമത്തി 50% നികുതി അല്ലെങ്കിൽ താരിഫ് ഞാൻ പിൻവലിക്കാം. സാധാരണ ഒരു രാജ്യം ഇതിനെ സമ്മതിച്ചേനെ. എന്നാൽ മോദി ഒരു തികഞ്ഞ ഗുജറാത്തി വ്യാപാരിയെ പോലെ ആലോചിച്ചു. അട്ടയുടെ കണ്ണ് കണ്ട് അത് ലെൻസ് വെച്ച് കൊടുക്കുന്ന അസാമാന്യ ബുദ്ധിയാണല്ലോ അങ്ങേരുടേത്. ഇന്ത്യയുടെ മറുപടി വളരെ ലളിതമായിരുന്നു: ഞങ്ങൾക്ക് എവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുന്നോ അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങും. അത് ഞങ്ങളുടെ ജനങ്ങളുടെ ആവശ്യമാണ്. ഇതോടെ ട്രംപ് ഒരടി പിന്നോട്ട് പോയി. ശരി, റഷ്യയേക്കാൾ കുറഞ്ഞ വിലയിൽ വെനസ്വേലയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് എണ്ണ നൽകാം. ഇതായി ട്രംപിന്റെ പക്ഷം. ഇവിടെയാണ് മോദി തന്റെ അടുത്ത നീക്കം നടത്തിയത്. എങ്കിൽ താരിഫ് 25%-ലൊന്നും ഒതുങ്ങില്ല, ഇനിയും കുറയണം. വാശിയേറിയ ലേലം വിളിക്കൊടുവിൽ ട്രംപ് സമ്മതിച്ചു. താരിഫ് വെറും 18%-ആയി കുറച്ചു. ട്രംപ് ഉടനെ തന്നെ തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ഇട്ടു. മോദിയും നന്ദി പറഞ്ഞു. പക്ഷേ രസകരമായ കാര്യം ശ്രദ്ധിച്ചോ? ഇന്ത്യ ഒരിടത്തും റഷ്യൻ എണ്ണ നിർത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടില്ല. നികുതി ഇളവ് നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ സ്വന്തം താല്പര്യം സംരക്ഷിക്കുകയും ചെയ്തു. ഇതാണ് നയതന്ത്രം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാർക്കറ്റിലേക്ക് വരാം. കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യൻ ഓഹരി വിപണി വലിയ പ്രതിസന്ധിയിലായിരുന്നു. നിർമ്മലാ സീതാരാമന്റെ ബജറ്റിന് ശേഷം നിക്ഷേപകർക്ക് ആത്മവിശ്വാസം കുറഞ്ഞിരുന്നു. നിഫ്റ്റിയും സെൻസെക്സും പാതാളത്തിലേക്ക് താഴുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറും. ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ടതുപോലെ നിക്ഷേപകർ ഇന്ന് മാർക്കറ്റിൽ ആറാടും. മെട്രോ പിടിച്ച് പാതാളത്തിലേക്ക് പോയ നിഫ്റ്റിയും സെൻസെക്സും എല്ലാം ഇന്ന് മാളത്തിൽ നിന്നും ഇറങ്ങി ആകാശത്തേക്ക് കോവടി വെച്ച് കയറുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അമേരിക്കൻ വിപണി തുറന്നു കിട്ടുന്നതോടെ ഇന്ത്യൻ കമ്പനികളുടെ മൂല്യം തികച്ചും കുതിച്ചുയരും. വിദേശ നിക്ഷേപകർ ഇന്ത്യയിലേക്ക് പണം ഒഴുക്കാൻ ക്യൂ നിൽക്കും. ഈ 18% താരിഫ് കുറയുന്നത് കൊണ്ട് ഇന്ത്യക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ നമുക്ക് വിശദമായി തന്നെ ഒന്ന് വിശകലനം ചെയ്യാം. ഇത് വെറുമൊരു ചെറിയ മാറ്റമല്ല, ഒരു വിപ്ലവമാണ്. കയറ്റുമതിയുടെ കുതിച്ചുചാട്ടം ആദ്യം നോക്കാം. നിലവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ $220 ബില്യൺ വ്യാപാരമുണ്ട്. 50% നികുതി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കണക്കാണിത്. ഇത് 18% ആകുന്നതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകും. ഇത് നമ്മുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കും. ഇനി വസ്ത്രവ്യാപാര മേഖലയിലേക്ക് നമുക്ക് വരാം. ടെക്സ്റ്റൈൽ മേഖലയിലേക്ക്. ചൈനയും ബംഗ്ലാദേശുമായിരുന്നു അമേരിക്കൻ വസ്ത്ര വിപണി ഭരിച്ചിരുന്നത് എന്ന് പറയാം. എന്നാൽ ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ച ഈ ഒരു ഇളവ് നമ്മുടെ വസ്ത്ര നിർമ്മാതാക്കൾക്ക് വലിയ മുൻതൂക്കം നൽകും. തിരുപ്പൂരിലെയും ഗുജറാത്തിലെയും ടെക്സ്റ്റൈൽ ഹബ്ബുകൾ ഇനി രാപ്പകൽ പ്രവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് മുൻകൂട്ടി കാണാം. IT ഫാർമസ്യൂട്ടിക്കൽസിലേക്ക് വരുമ്പോൾ അവിടെയും കഥ നിസ്സാരമല്ല. അമേരിക്കയിലെ മരുന്നുകളുടെ പ്രധാന സ്രോതസ് ഇന്ത്യയാണ്. ടാക്സ് കുറയുന്നതോടെ ഇന്ത്യൻ മരുന്ന് കമ്പനികൾക്ക് ലാഭം വർദ്ധിക്കും. IT മേഖലയിലുള്ള നിയന്ത്രണങ്ങളിലും അയവ് വരുമെന്നാണ് സൂചന.
ജ്വല്ലറി ആൻഡ് എഞ്ചിനീയറിംഗ് നോക്കുമ്പോൾ സ്വർണ്ണാഭരണങ്ങൾ, രത്നങ്ങൾ, മെഷീൻ പാർട്സ് എന്നിവയുടെ വലിയൊരു വിപണിയാണ്. അമേരിക്ക പുതിയ കരാറിലൂടെ ഈ മേഖലയിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. ഈ കാര്യത്തിലൊന്നും യാതൊരു സംശയവും വേണ്ട. ഇന്ത്യയുടെ ഈ വളർച്ച കണ്ട് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ആരെല്ലാമാണ്? ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത് പാകിസ്ഥാനാണ്. അവിടെ പട്ടിണിയും പരിവട്ടവുമായി ജനങ്ങൾ തെണ്ടുമ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുമായി വിലപേശുകയാണ്. രണ്ടാമത് ചൈന. ചൈനയെ മറികടന്ന ലോകത്തിന്റെ ഫാക്ടറിയായി ഇന്ത്യ മാറുമോ? മാറുകയാണ്. US വിപണിയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ വലിയ നികുതി ചുമത്തുമ്പോൾ ഇന്ത്യക്ക് ഇളവ് നൽകുന്നത് ചൈനീസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ബംഗ്ലാദേശ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യയുടെ ഈ കുതിപ്പിൽ ആശങ്കാകുലരാണ്. കാരണം അമേരിക്കൻ വിപണിയിൽ അവർക്ക് നൽകാൻ കഴിയാത്ത ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകാൻ ഇനി ഇന്ത്യക്ക് സാധിക്കുമെന്ന കാര്യമാണ് ഇവരെ എല്ലാം ആശങ്കപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ കേരളത്തെക്കുറിച്ചും പ്രത്യേകം പറയണം. സാമ്രാജ്യത്വ വിരോധം പറഞ്ഞ് മാറി നിൽക്കാതെ ബുദ്ധിപരമായി നീങ്ങിയാൽ കേരളത്തിന് വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റിയ സമയമാണിത്. അതായത് സീ ഫുഡ്. കേരളത്തിലെ കടൽ വിഭവങ്ങൾക്ക് അമേരിക്കയിൽ വലിയ പ്രിയമാണ്. സംസ്കരിച്ച മത്സ്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ സ്വർണ്ണാഭരണ നിർമ്മാണത്തിൽ കേരളം മുന്നിലാണ്. നമ്മുടെ ഡിസൈനുകൾ അമേരിക്കൻ വിപണിയിൽ എത്തിക്കാൻ സാധിച്ചാൽ, ജ്വല്ലറി ഉടമകൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വലിയ വിദേശ നാണ്യം കേരളത്തിലേക്കും എത്തും. വെറുതെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് കരയാതെ പണിയെടുത്താൽ പണം കൊയ്യാവുന്ന അവസരമാണ് മുന്നിലുള്ളത് എന്ന് സാരം. നരേന്ദ്രമോദിയുടെ ഈ നീക്കം വെറുമൊരു രാഷ്ട്രീയ വിജയമല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. 2027ഓടെ, അതായത് അടുത്ത വർഷത്തോടെ യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ കൂടി പൂർണ്ണമാകുന്നതോടെ ഭാരതം ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായി മാറും. അമേരിക്കയെ കൊണ്ട് അവരുടെ നയം തിരുത്തിക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ ശക്തിയുടെ തെളിവാണ്. റഷ്യൻ ബന്ധം ഉപേക്ഷിക്കാതെ തന്നെ അമേരിക്കയെ കൂടെ നിർത്താൻ കഴിഞ്ഞതും മോദി പ്രഭാവം തന്നെയാണ്. ആ കാര്യത്തിലൊന്നും സംശയമില്ല. ഇന്ന് നമ്മൾ കാണുന്ന ഈ മാറ്റം വരാനിരിക്കുന്ന വലിയൊരു കുതിച്ചുചാട്ടത്തിന്റെ തുടക്കം മാത്രമാണ്. ഇന്ത്യ കുതിക്കുകയാണ്, ആർക്കും തടയാനാവാത്ത വേഗതയിൽ. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മോദിയുടെ ഈ തന്ത്രപരമായ നീക്കത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഓഹരി വിപണിയിൽ ഇന്ന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.